സർ, അങ്ങയെ അഭിനന്ദിച്ചുകൊണ്ട് എനിക്ക് ആദ്യത്തെ എൻ്റെ നിയമസഭയിലെ പ്രസംഗം ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ്. നമ്മുടെ ബഹുമാന്യരായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും അങ്ങയെക്കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകളോടും ഞാനും യോജിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങയെ വളരെ നേരത്തെ തന്നെ എനിക്ക് അറിയാം. വിദ്യാർത്ഥി രാഷ്ട്രീയം കൊടുമ്പിരി കൊണ്ട ഒരു കാലഘട്ടത്തിൽ കോളേജ് തിരഞ്ഞെടുപ്പുകൾ പോലും കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ട 70കളുടെ മധ്യത്തിൽ ബസേലിയസ് കോളേജിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിച്ച് വിജയിച്ചത് കേരളം മുഴുവൻ ഒരു ചർച്ചയായിരുന്നു. എൻ്റെ സ്നേഹിതനായ അരവിന്ദാക്ഷനാണ് അങ്ങയെ എതിർത്തതെന്ന് ഞാനും ഓർക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഞാനിത് ആലോചിക്കുകയാണ്, ഒരു കോളേജിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയുടെ പേര് എങ്ങനെയാണ് കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് ഇന്നിവിടെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്. അതിനുശേഷവും അങ്ങയുമായി ധാരാളം ബന്ധപ്പെടാൻ എനിക്ക് അവസരമുണ്ടായി. 84-ൽ കോട്ടയം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്ന് നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ചുമതലക്കാരനായി, സുരേഷ് കുറുപ്പിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ചുമതലക്കാരനായി വന്നപ്പോൾ ഞങ്ങളന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരത്തെ ഇവിടെ മോൺസ് പറഞ്ഞതുപോലെ ഏത് വഴിയിലൂടെയാണ് മുന്നോട്ട് പോവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഫുട്ബോൾ കളിക്കാരന് എങ്ങനെയാണ് ഗോളടിക്കുക എന്നറിയാത്തതുപോലെ അതിസമർത്ഥനായ ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് താങ്കൾ അന്നും ഇന്നും. ഞാൻ നീട്ടി പറയുന്നില്ല. അങ്ങെന്നും എപ്പോഴും ചിരിക്കുന്നൊരു വ്യക്തിയാണ്, സുസ്മേരവദനനാണ്. പക്ഷേ താങ്കൾ ദൃഢചിത്തനാണ്, ഒരു വിട്ടുവീഴ്ചയുമില്ല. നമുക്കറിയാം, അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പുകളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറയുകയുണ്ടായി. ഏതാണ്ട് എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ ആ സുസ്മേരവദനനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്തുമാത്രം ദൃഢചിത്തതയോടുകൂടി കാര്യങ്ങൾ ചെയ്തത് എന്ന് കേരളം കാണുകയുണ്ടായി. ഇവിടെ നേരത്തെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷാംഗങ്ങളും പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിൻ്റെ കൂടി കാര്യങ്ങൾ കണക്കിലെടുത്ത് മുന്നോട്ട് പോകാൻ എല്ലാ സ്പീക്കർമാരും ബാധ്യസ്ഥരാണ്. സഭയുടെ ആകെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുവാനുള്ള അധികാരത്തിൻ്റെ ചെങ്കോൽ സ്പീക്കറുടെ കൈവശമാണ് ഇരിക്കുന്നത്. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും അങ്ങയുടെ നേതൃത്വത്തിലുള്ള അങ്ങ് ചെയർ ചെയ്യുന്ന ഈ നിയമസഭ വളരെ പ്രസിദ്ധമാണ്. നിരവധി പുരോഗമന നിയമങ്ങൾ നിർമ്മിച്ച ഒരു സഭയാണ്. ആ സഭയെ ചെയർ ചെയ്യുന്ന താങ്കൾ സ്പീക്കർ എന്നുള്ള നിലയിൽ ഒരു പുതിയ ചരിത്രം കൂടി 16ാം നിയമസഭയ്ക്ക് സഭയിലൂടെ സൃഷ്ടിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.